പോലീസിൻ്റെ നീക്കം തുടക്കത്തിൽ തന്നെ ഏതാണ്ട് മനസ്സിലായിരുന്നു. കാരണം ആദ്യം സർവകലാശാലയുടെ മുൻവശത്ത് ആയിരുന്നു ഗവർണറുടെ വാഹനം വന്ന് ഇറങ്ങിയത്. ആ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് വാഹനം പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. ആ മാറ്റിയ സമയത്ത് തന്നെ ഏതാണ്ട് വ്യക്തമായിരുന്നു എന്താണ്. ശരി, ഞാൻ പ്രസാദിലേക്ക് കൂടി പോകുന്നു. പ്രസാദ്, ഇപ്പോൾ SFI പ്രതിഷേധം പോകുന്ന വഴിയിലാണുള്ളത്. പ്രസാദ്, ഇപ്പോൾ ആ പ്രതിഷേധം ബാനറിന്റെ പ്രവർത്തകർ എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് ആ പ്രകടനമായി പ്രവർത്തകർ നീങ്ങുന്നത്. പ്രധാന കവാടത്തിലാണ് ബാനർ ഉയർത്തിക്കൊണ്ട് SFI പ്രവർത്തകർ പ്രതിഷേധിക്കാനിരുന്നതെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഗവർണർ രാജ്ഭവനിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് സർവകലാശാലയ്ക്ക് മുന്നിലെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ അതേ ബാനറുമായി മുന്നോട്ടേക്ക് പോകുന്നത്. നമുക്ക് അവരുടെ ഒപ്പം ചേരാം, അവരുടെ കൂടെ. ഗവർണർ പിന്തിരിഞ്ഞു പോവുമായിരുന്നു. ഗവർണർ SFIയുടെ പ്രതിഷേധം ഭയന്ന് മറ്റൊരു വഴി കൂടെ പോകുമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും SFI ഭയന്ന് തന്നെയാണ് ഗവർണർ വഴിതിരിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ശക്തമായ സമരം നടത്താൻ തന്നെയാണ് SFIയുടെ തീരുമാനം. മുന്നോട്ടേക്ക് തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്, സ്മൃതി. അതായത് ഗവർണറെ തടയാൻ ഒരു ഘട്ടത്തിലും ഉദ്ദേശിച്ചില്ല എന്ന് SFI പ്രവർത്തകർ പറയുന്നു. ശക്തമായ പ്രതിഷേധം അറിയിക്കുക, അതായിരുന്നു ലക്ഷ്യമെന്ന് പറയുന്നു. ഇപ്പോൾ SFI പ്രവർത്തകർ പ്രകടനമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ സമീപത്തേക്ക് നീങ്ങുകയാണ്. ഏറ്റവും ശക്തമായ ഒരു സമരമാണ് ഇന്നിപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിൽ നടന്നത്. സർവകലാശാലയ്ക്കകത്തെ സെനറ്റ് ഹാളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചുള്ള പരിപാടി നടത്താൻ കഴിയില്ല എന്നായിരുന്നു SFIയുടെ നിലപാട്. ആ നിലപാടിനൊപ്പമായിരുന്നു സർവകലാശാല രജിസ്ട്രാറും. പക്ഷേ എന്തു തന്നെയായാലും അതേ ചിത്രം വെച്ച് സംഘാടകർ കൂടി എടുത്തതോടെ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇവിടെ സംഘർഷമാണെന്ന് പോലീസ് രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഗവർണർ വൈകിയാണ് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തത്. ആ പരിപാടി റദ്ദാക്കിയതായി രജിസ്ട്രാർ ഫോൺ വഴി രാജ്ഭവനെ അറിയിച്ചു. എന്നാൽ രേഖാമൂലം ആണോ ഇത് പറയുന്നത് എന്ന് ചോദിച്ച സമയത്ത് രേഖാമൂലമല്ല എന്നുള്ള മറുപടി വന്നതോടുകൂടി രാജ്ഭവൻ പോലീസിനെ അറിയിക്കുകയായിരുന്നു പരിപാടി സ്ഥലത്തേക്ക് ഗവർണർ എത്തുന്നു എന്നുള്ളത്. അതിന് പിന്നാലെ തന്നെ ഗവർണർ പരിപാടി സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് SFIയുടെ ഈ പ്രതിഷേധ പ്രകടനം എത്തിയത്. വലിയ പ്രതിഷേധമായിരുന്നു. പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഗവർണർക്കെതിരായ പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയത്. ഒരുപാട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ബാക്കിയുള്ള പ്രവർത്തകർ അവിടെ സെനറ്റ് ഹാളിൻ്റെ സർവകലാശാലയുടെ പ്രധാന ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ആ സമയത്താണ് മറ്റൊരു വഴിയിലൂടെ നിന്ന് തിരിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടായത്. പ്രതിഷേധം ഭയന്ന് പോവുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ SFI നേതാക്കൾ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. നമുക്കതിലേക്ക് പോകാം, ശ്രുതി.